എല്ലാ കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സേതു ഇങ്ങനെ കടൽ തീരത്തിരിക്കുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മനസ്സിൽ കൂടെ പല പല ചിന്തകളൊക്കെ കടന്നു പോവാണ്. പല്ലവിയായിട്ടുള്ള കുറച്ച് നല്ല നല്ല നിമിഷങ്ങളും പിന്നീട് അച്ചുവിന്റെ കല്യാണം അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും സേതുവിന് അറിയാതെ തന്നെ കണ്ണു നിറഞ്ഞൊഴുകുവാണ്. അതിന് മാത്രം തെറ്റ് താൻ എന്താ ചെയ്തേ എന്നൊക്കെ സേതു ചിന്തിക്കുകയാണ്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് പോലീസ് എത്തുന്നത്. കാരണം അവര് രാത്രി പരോളിന് ഇറങ്ങൂലോ, അവിടേക്ക് ആരെങ്കിലും ഉണ്ടോന്നൊക്കെ അറിയാൻ വേണ്ടി നോക്കാൻ വേണ്ടിട്ട് ഇറങ്ങുമല്ലോ. അങ്ങനെ വന്ന് നോക്കി കഴിയുമ്പോഴത്തേന് സേതു ഇരിക്കുന്ന കണ്ടു. ആ കല്ലിന്റെ പുറത്ത് കയറി പിന്നീട് സേതുവിനെ വിളിക്കുകയാണ്. ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞു. സേതു ഒന്ന് എന്താ സാറേ, അതെ രാത്രിയിൽ ഇവിടെ ഇരിക്കാൻ പാടില്ലെന്ന് പറയണ. ആ സാറേ ഞാൻ ഇപ്പൊ തന്നെ പോയിക്കോളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നീയൊക്കെ വല്ല കടലിൽ ചാടാൻ വന്നാണെന്ന് ആര് കണ്ടു? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ പറയണ. അല്ല സാറേ, പോകാൻ പറഞ്ഞ പോയാൽ മാത്രം മതി, നീ പോയിട്ട് ഞങ്ങൾ പോകുന്നുള്ളെന്ന് പറയാം. അങ്ങനെ അവസാനം അവര് പറഞ്ഞു കേട്ടപ്പോ തന്നെ സേതു പിന്നീട് അവിടെ നിന്ന് ഇറങ്ങി നടക്കുവാണ്. സേതുവിന് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. സേതു എങ്ങോട്ടൊന്നില്ലാതെ മുന്നോട്ട് തന്നെ നടക്കുവാണ്. സേതുവിന്റെ മുന്നിലാണെങ്കിൽ ഒരു മാർഗമില്ലായിരുന്നു. കാരണം കയറി കിടക്കാണ്ടൊരു സ്ഥലം പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് സേതു പോയിക്കൊണ്ടിരിക്കണേ. ഈ സമയത്ത് ആകെപ്പാടെ വിഷമിച്ച് പല്ലവി ഇരിക്കുവാണ്. പല്ലവിയുടെ അടുത്തേക്ക് ബേബിച്ചേച്ചി വന്നിട്ട് ചെന്താ മോൾ എന്താ ചിന്തിച്ചോണ്ടിരിക്കണെന്ന് ചോദിക്കുക. ഞാൻ സേതുവേട്ടനെ കുറിച്ചാ. സേതു ഇനി ഇങ്ങോട്ട് വരാതിരുന്നാ മതിയായിരുന്നു. ഇവിടെയുള്ള എല്ലാരും ഇത്ര അഹങ്കാരം കൂടുതല. എല്ലാരും ഒരു പാഠം പഠിക്കണമെന്ന് പറയാ. എന്റെ അഭിപ്രായത്തിൽ സേതു ഇങ്ങോട്ട് വരണ്ട, നാണം കെട്ട്. ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ല എല്ലാരും കൂടെ ചേർന്നിട്ട്. ഇത് കേട്ടതും പല്ലേ പറഞ്ഞു, അങ്ങനെയല്ല ബേച്ചേച്ചെന്ന് പറയാം. മോള് വിഷമിക്കൊന്നും വേണ്ട. മോളെ ഒരു കാരണവശാലും സേതു ഇവിടെ തനിച്ച് നിർത്തത്തില്ല. സേതു മോളെ വന്ന് വിളിച്ചോണ്ട് പോകും. അത് ആ കാലത്ത് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയാ. ഇത് കേട്ട പല്ലേ പറഞ്ഞു, അത് പാടില്ല ബേച്ചേച്ചി. ഇത് സേതുവേണ്ട ഇനി ഇവിടെ കുറെ കാര്യങ്ങളും കൂടെ ചെയ്തു തീർക്കാണ്ട്. സേതുവേണ്ട അച്ഛന്റെ ആഗ്രഹം പോലെ തന്നെ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാതെ സേതുവേണ്ട ഇവിടുന്ന് പോകാനായിട്ട് പറ്റുമോ? ഒരിക്കലും ഇല്ല. അച്ഛന്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റണം സേതുവേട്ടൻ. എന്നിട്ട് മാത്രം സേതുവേട്ടൻ ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ എന്ന് പറയാം. മോളെ, സേതുവിന്റെ മനസ്സ് നല്ലതാ. പക്ഷെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഉള്ളവരുടെ മനസ്സ് അത്ര അല്ലല്ലോ എന്ന് പറയാണ്. എനിക്കറിയാൻ ബേബിച്ചേച്ചി. പക്ഷേങ്കില് സേതുവേട്ടന്റെ മനസ്സ് നല്ലതായതുകൊണ്ടാ സേതുവേട്ടൻ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറ്റിയത്. അല്ലെങ്കിൽ ഈ പറയുന്ന ഋതുവിനെ പോലെയൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പൊ പൊന്നുമ്മടെ സേതുവേട്ടൻ കൈയടക്കിയെന്ന് പറയാം. അതെനിക്കറിയാന്ന് പറയാണ്. പിന്നീട് പള്ളി പറഞ്ഞു, സേതുവേട്ടനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. സേതുവേട്ടനെ കണ്ടെത്തി കൂട്ടിക്കൊണ്ട് വേണം. എങ്കിൽ മാത്രം എനിക്കൊരു സമാധാനമാകത്തുള്ളൂ. ഈ കുടുംബത്തിന്റെ നാഥനായിട്ട് സേതുവേട്ടൻ കാണണം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് നെഞ്ചും വിരിച്ചു വേണം സേതുവേട്ടനെയും വീടിന്റെ പടിയിറങ്ങാനായിട്ട്. അല്ലാതെ ഇങ്ങനെ ഒളിച്ചും പാത്തും അല്ല സേതുവേട്ടൻ പോകേണ്ടത്. സേതുവേട്ടന് ഒരു ഭാവിയുണ്ട് വേച്ചേച്ചിക്ക് അറിയാഞ്ഞിട്ടാ. ഉറപ്പായിട്ട് സേതുവേട്ടൻ തിരികെ വരും. ഇല്ലെങ്കിൽ ഞങ്ങൾ പോയി കൊണ്ടുവരുമെന്ന് പറയണം. ഇപ്പൊ തന്നെ പോകുക സേതുവേട്ടനെ അന്വേഷിച്ച്. അല്ല മോളെ, ഈ പാതിരാത്രി പോയാലോ? ഇല്ല, സേതുവേട്ടൻ എവിടെയുണ്ടെങ്കിലും വിളിച്ചോണ്ട് വരും. എവിടെയെങ്കിലും കടത്തുണ്ടാലോ എവിടെയെങ്കിലുമൊക്കെ കാണുമായിരിക്കും. സേതുവേട്ടൻ അങ്ങനെ അത്ര ദൂരം അകന്നു പോകാനായിട്ട് പറ്റില്ല. സേതുവേട്ടൻ ഈ പരിസരത്തേക്ക് എവിടെയെങ്കിലും കാണുമെന്ന് പറയണം. പിന്നീട് അച്ചു അങ്ങോട്ട് കയറി പോവാ. ഈ സമയത്ത് സേതു നേരെ ചെല്ലുന്നത് ഒരു വെയിറ്റ് ഷെഡിലേക്കാണ്. അങ്ങനെ വെയിറ്റ് ഷെഡിൽ ചെന്നു. അവിടെ ചെന്നിട്ട് ഇരിക്കാൻ അങ്ങോട്ട് തുടങ്ങിയപ്പോഴത്തേനും ഒരു അമ്മ അങ്ങോട്ട് ഓടി വന്നിട്ട് പറഞ്ഞു, അതെ ഇതെന്റെ സ്ഥലമാണെന്ന് പറയണം. അമ്മയുടെ സ്ഥലം? അതെ, ഞാനാ ഇവിടെ വൈകുന്നേരം കിടന്നുറങ്ങണേന്ന് പറയണം. അപ്പൊ ആരോരും ഇല്ലാത്തൊരു ചിലർ ഇങ്ങനെ വെറ്റി ഷെഡിലേക്ക് കിടന്ന് ഉറങ്ങുമല്ലോ. അങ്ങനെ പറഞ്ഞപ്പോഴത്തേന് സേതുച്ച് അമ്മയ്ക്ക് ആരും ഇല്ലേന്ന് ചോദിക്കാം. എനിക്കുണ്ട്, മക്കളൊക്കെ ഉണ്ട്. അവരെയൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയതാ. പക്ഷെ എന്ത് ചെയ്യാനാ, അവരൊക്കെ നല്ല നിലയിലായി കഴിഞ്ഞപ്പോ ഈ അമ്മേനെ വേണ്ടെന്നായി. അവസാനം അമ്മേനെ കൊണ്ടുപോയി ഒരു അമ്പലത്തിൽ ഉപേക്ഷിച്ചിട്ട് അവരങ്ങോട്ട് പോയെന്നറിയാം. അല്ല അപ്പൊ അമ്മ കഴിയുന്ന എങ്ങനെയാ? ഉച്ചയ്ക്ക് അമ്പലത്തിൽ നിന്ന് അന്നദാനം കിട്ടും, അത് കഴിക്കൂന്ന് പറയാണ്. അപ്പൊ അത് മാത്ര അമ്മ കഴിക്കണേ, വേറെന്ത് ചെയ്യാനാ? കൈ പണം വേണ്ടേ കഴിക്കാനായിട്ട്. പണമില്ലാത്തോണ്ട് കഴിച്ചില്ല എന്ന് പറയണം. അപ്പൊ വൈകുന്നേരം ഒന്നും കഴിച്ചില്ല ഇല്ലാന്ന് പറയണം. സേതു പോക്കറ്റിൽ കൈയിട്ടു. ഉള്ള പൈസ എടുത്തു. അത് അമ്മയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു, അമ്മ കഴിച്ചോളാൻ പറയണ. പോയി എന്തേലും വാങ്ങിച്ച് കഴിക്കാൻ പറയണം. വേണ്ട മോനെന്ന് പറയണേ. അമ്മേനെ കണ്ടപ്പോ എനിക്ക് എന്റെ അമ്മേനെ ഓർമ്മ വന്നേ, അമ്മ കഴിച്ചോളാൻ പറയണം. ഈ സമയത്ത് സേതുവിനോട് പറഞ്ഞു, മോൻ്റെ കാര്യം ചെയ്യാം, മോനോടെ കിടന്നോളാൻ പറയണം. വേണ്ടമ്മേ, അമ്മ കിടന്നോളാൻ പറയാ. അല്ല മോനിത് എങ്ങോട്ട് പോകാനാ ഇവിടെ വന്നേന്ന് ചോദിക്കണം. അത് പിന്നെ അതെ എനിക്ക് ഇവിടുന്ന് ഒരു ബസ് കിട്ടാനുണ്ടായിരുന്നു. പക്ഷെ വന്നപ്പോഴത്തേനും ബസ് പോയി. അപ്പൊ ഇനി നാളെ വെളുപ്പിന് രാവിലെയോ ബസ് ഉള്ളെന്ന് പറയാം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നേന്ന് പറയാം. ഓ അങ്ങനെയാണല്ലേ, സാരമില്ല അമ്മ കിടന്നോളാനും പറഞ്ഞ് സേതു അവിടുന്ന് പതുക്കെ എഴുന്നേറ്റ് നടക്കുവാണ്. ഈ സമയത്ത് പൂർണിമയുടെ അടുത്തേക്ക് ബേബി ചേച്ചി ചെല്ലുവാണ്. അപ്പൊ പൂർണിമ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. പിന്നീട് പറഞ്ഞു, എന്താണെങ്കിലും എല്ലാരും കൂടെ ആ സേതു കൊണ്ട് ചെയ്ത വലിയ ക്രൂരത തന്നെയായി പോയിട്ടോ പൂർണിമേച്ചി എന്ന് പറയാ. ഇത് കേട്ടത് പൂർണിമ പറഞ്ഞു, ഞാനൊന്നും ചെയ്തില്ലോ, ഒന്നും ചെയ്തില്ലേ. നിങ്ങളെല്ലാരും കൂടെ കൂടിയിട്ടല്ലേ സേതുവിനെ ഇവിടെ ഇറക്കി വിട്ടത്. ഒരു പക്ഷേങ്കില് പൂർണിമേച്ച് മാപ്പ് കൊടുക്കുമായിരുന്നെങ്കിൽ സേതു ഈ വീട്ടിൽ നിന്ന് ഒരിടത്തേക്കും പോകത്തില്ലായിരുന്നു. ഈ പറയുന്ന ബാക്കി ഋതു ആണെങ്കിലും സ്വാതി ആണെങ്കിലും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചോണ്ടിരിക്കില്ലായിരുന്നു. പൂർണിമേച്ച് മാപ്പ് കൊടുക്കുകയാണെങ്കിൽ അവർ ക്ഷമിച്ചേനം.
ഇത് കേട്ടതും പൂർണ്ണം പറഞ്ഞു, അല്ല അത് പിന്നെ ശ്രീഹരി, ഓ ശ്രീഹരിയായിട്ടുള്ള ബന്ധം അതാർക്കും ഈ കുടുംബത്തെ ഇഷ്ടപ്പെട്ടില്ലേ? അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആ കല്യാണം ആ സമയത്ത് നടന്നില്ലായിരുന്നെങ്കിൽ അച്ചു ഇവിടെ നിന്ന് പോയില്ലായിരുന്നോ? അവളുടെ കല്യാണം നടക്കാതെ ജോത്സ്യം പറഞ്ഞ കാര്യമൊക്കെ മറന്നുപോയോ? എന്നിട്ടാണോ പാവ ശ്രീഹരി, അവനാണെങ്കിൽ സേതുവായിട്ടും പറയുന്നതിൽ അപ്പുറം ഒന്നും ഇല്ല എന്നുള്ള രീതി ആയിരിക്കണേ. സേതു അവനോട് കഴുത്തി താലി ആർത്താൻ പറഞ്ഞു അച്ചുവിന്റെ. അവൻ അങ്ങനെ ചെയ്യുകയും ചെയ്തു. അവർ തമ്മിലുള്ള ആത്മബന്ധം അതാണ്. കാരണം സേതുവിനറിയാം തന്റെ പെങ്ങളുടെ ജീവനെ സുരക്ഷിതമാക്കാനായിട്ട് ശ്രീഹരിയെ കൊണ്ട് കഴിയുമെന്ന്. സേതു ഒന്നും അറിയത്തില്ലാതെ ഒന്നും ചെയ്യുന്നവനല്ല. പക്ഷെ നിങ്ങൾ അമ്മയ്ക്കും മക്കൾക്കുമാണ് അത് മനസ്സിലാകാതെ പോയത്. നിങ്ങൾ ചെയ്ത കൊടും ക്രൂരതയുണ്ടല്ലോ, ദൈവത്തിന് മുമ്പിൽ പോലും നിങ്ങൾക്ക് മാപ്പ് കിട്ടത്തില്ലെന്ന് പറയാണ് ആ പാവത്തിനെ ഇവിടുന്ന് ഓടിച്ചു വിട്ടത്. ഇത് കേട്ടതും പൂർണ്ണം പറഞ്ഞു, അല്ല അവനിനി വരുമോന്ന് ചോദിക്കാം. എങ്ങനെ വരാനായിട്ട്? അവൻ ആത്മാഭിമാനം ഉള്ളവനല്ലേ, അവൻ വരുവോ? വരില്ലെന്ന് തന്നെ എന്റെ പക്ഷം. കാരണം ഇങ്ങനെ നാണം കെട്ട് വരേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ അമ്മയും മക്കളും കൂടെ എത്രമാത്രം ദ്രോഹം അവനോട് ചെയ്തിരിക്കുന്നേ. പാവം, അവൻ എവിടെയാലും സ്വസ്ഥതയോടെ സമാധാനത്തോടെ പോയി കഴിയട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, അവനെ ഇങ്ങോട്ട് തിരികെ കൊണ്ടുവന്നു പറഞ്ഞോണ്ട് പല്ലവി അച്ചും കൂടെ പോയിട്ടുണ്ടെന്ന് പറയാം. എങ്ങനെയാവെന്ന് അറിയത്തില്ല, കണ്ടെത്തുമെന്നൊന്നും അറിയത്തില്ല. കണ്ടെത്തിയാൽ മതിയായിരുന്നു. പക്ഷെ ഇങ്ങോട്ട് വരണമെന്ന് എനിക്ക് താല്പര്യമൊന്നുമില്ല. പക്ഷെ എവിടെയാണെങ്കിലും സന്തോഷമായിട്ട് ഇരിക്കുന്നത് കണ്ടാൽ മതിയായിരുന്നു. പാവം അവന്, നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് വേവിച്ചേച്ചി അങ്ങ് തിരിഞ്ഞു നടക്കുമ്പോൾ പൂർണ്ണിമ വിളിച്ചിട്ട് ചോദിച്ചു, അത് ബേബി അവനിങ്ങോട്ട് വരുമോന്ന് ചോദിക്കാം. വരുമോ ഇല്ലേന്ന് ആര് കണ്ടു? അവര് കൊണ്ടുപോകാൻ പോയിട്ടുണ്ട്, അറിയാന്ന് പറയാണ്. ഈ സമയം പൂർണ്ണിമയ്ക്ക് ആ പട വിഷമമായി. പൂർണ്ണിമ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം ഒന്നും അറിയത്തില്ല. ഒരിത്തും പിടിയും കിട്ടുന്നില്ല. ഈ സമയം പല്ലവി അച്ചും കൂടെ നോക്കാൻ പറ്റുന്നിടത്തെല്ലാം നോക്കുകയാണ്. പിന്നെ മിത്രന്റെ വീട്ടിൽ ചെന്നപ്പോൾ വീട് പൂട്ടി കിടക്കുക. മിത്രൻ ഇത് എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. 3-4 ദിവസമായിട്ട് വീട് പൂട്ടിയിട്ട് എങ്ങോട്ടോ യാത്ര പോയിരിക്കുമെന്ന് തോന്നല്ലോ എന്നൊക്കെ പറയാണ്. ഇനിയിപ്പോ എവിടെ ചെന്ന് അന്വേഷിക്കും എന്ന് കരുതിയിട്ട് അവരങ്ങനെ പോവാണ്. അങ്ങനെ പോണ സമയത്താണ് ഇന്ദ്രൻ അവരെ കാണുന്നത്. ഓഹോ, രണ്ടുപേരും കൂടി ഈ സമയത്ത് എന്തോ ഇങ്ങോട്ട് കറങ്ങി അടിച്ച് നടക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണ് ഫോളോ ചെയ്തിട്ട് തന്നെ കാര്യം. ഇന്ദ്രൻ അവരെ ഫോളോ ചെയ്യുവാണ്. അങ്ങനെ ഫോളോ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെയുള്ള ഈ കടകളെ കൂടെ എല്ലാം കയറി നോക്കുന്നുണ്ട്. ഒരിടത്തും കണ്ടില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും പല്ലവേച്ചി എന്ന് ചോദിക്കണം. എന്ത് ചെയ്യാനാ, ഇവിടെ ഒന്നും ഇല്ലല്ലോ. സേതുകൊണ്ട് ഇത് എവിടെ പോയി ഓടി വിളിച്ചെന്ന് അറിയത്തില്ലോ. ഇനി വല്ല ഫ്രണ്ട്സിന്റെ വീട്ടിലെങ്ങനെ പോയോ? അങ്ങനെ വരാൻ വഴിയുള്ളതല്ല. അതൊക്കെ ഓർത്തോണ്ട് രണ്ടുപേരും ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോഴേക്കുമാണ് ഒരു ചെറുപ്പക്കാരനെ അങ്ങോട്ട് വരുന്നത്. അതെ, എന്ത് പറ്റി ചേച്ചി? ആരെയോ തിരയുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. അത് ഞങ്ങളൊരാളെ നോക്കുക. ആളെ ആരെ? അത് പിന്നെ ഒരാളാന്ന് പറയണ. ആളുടെ ഫോട്ടോ എന്തുകൊണ്ടേ കാണിക്കുക. ഞാന് ഇവിടെ എങ്ങനെ വന്നിട്ടുണ്ടെ പറഞ്ഞുതരാന്ന് പറയണം. അവസാനം പല്ലവി ഫോട്ടോ എടുത്ത് കാണിച്ചു ഞാൻ പറഞ്ഞു, ഈ ചേട്ടനാണോ? ഈ ചേട്ടൻ കുറച്ച് മുമ്പ് ആളൊഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് കയറി പോയെന്ന് കണ്ടല്ലോ എന്ന് പറയണേ. ഇന്ദ്രന്റെ ഒരു കളിയായിരുന്നു. ഇന്ദ്രനാണ് പറഞ്ഞു വിട്ടത്. അപ്പൊ ഇത് പല്ലവിക്ക് സേതുവിനും അറിയത്തില്ല. അവര് വിശ്വസിച്ചു. അല്ല, പല്ലവിക്കും അച്ഛനും അറിയത്തില്ല. അവര് വിശ്വസിച്ച എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ ഇയാൾ പറയും സത്യമായിരിക്കും. സേതുകൊണ്ട് അങ്ങോട്ട് കയറി പോയിട്ടുണ്ടായിരിക്കും. കിടക്കാനായിട്ട് എവിടെ ഒരു സ്ഥലം വേണമല്ലോ. അങ്ങനെ അച്ചും പല്ലവിയും കൂടെ നേരെ ആ വീട് ലക്ഷ്യമാക്കി അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ഇന്ദ്രന് ഭയങ്കര സന്തോഷമായി. പിന്നീട് ആ വീട്ടിലേക്ക് ചെന്നു. വീട്ടിലേക്ക് ചെന്ന് അവിടെ നിന്നിട്ട് വിളിക്കുവാണ്. അവിടെ എങ്ങും സേതുവിനെ കണ്ടില്ല. പിന്നീട് അച്ചു ഒരു വഴിക്ക് പോയി, പല്ലവി വേറൊരു വഴിക്കും ആ വീടിന്റെ പരിസരങ്ങളിലൊക്കെ പോയി വിളിച്ച് നടക്കുവാണ്. ഈ സമയത്ത് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു. ഒരു ചെയ്തു പോലും കുറെ സമയമായി തുടങ്ങിയിട്ട് ഇന്ദ്രൻ അവള് വിളിക്കാനുള്ളതിന് അവള് ചെയ്തൊന്നും വിളിച്ചോണ്ടിരിക്കുക. ചെയ്തു കേട്ടാന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാനെന്ന് പറയാണ്. അങ്ങനെ ഇന്ദ്രൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ്റെ അകത്തുനിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുവാണ്. ഇന്ദ്രനെ കണ്ടത് ഒരു നിമിഷം അച്ഛൻ ഞെട്ടിപ്പോവാണ്. അച്ഛൻ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥ. ആ സമയം പല്ലവി അതിലൂടെ സേതുവേട്ടാന്ന് വിളിച്ചുകൊണ്ട് പല്ലവി നടക്കുന്നത്. ഇനി ഈ വീട്ടിലേക്കാനും കയറി വന്നിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ കരുതിയിട്ടാണ് അങ്ങനെ വിളിച്ചുകൊണ്ട് നടക്കണേ. ഈ സമയത്ത് സേതു ഫുഡ് കഴിക്കാനായിട്ട് ഒരു തട്ടുകട കയറിയേക്കുവാണ്. ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് സേതുവിന്റെ മനസ്സിൽ കൂടെ പല ചിന്തകളും കടന്നു പോവാണ്. ഈ സമയത്ത് കടയിലെ പയ്യൻ വന്നിട്ട് സേതുവേട്ട ഒരു ഡബിൾ ഓംലേറ്റ് എടുക്കട്ടെ എന്ന് ചോദിക്കാം. വേണ്ടാന്ന് പറയാണ്. എന്താ സേതുവേട്ട, ഇപ്പൊ തന്നെ ഇത് തന്നെ പൈസ ഇല്ല, കടവാന്ന് പറയണം. അതാണോ കാര്യം? സേതുവേട്ട അതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇതേ ഡബിൾ ഓംലേറ്റും പൈസ ഒന്നും തണ്ട, സേതുവേട്ടൻ കഴിച്ചിട്ട് പോയാൽ മതി. സേതുവേട്ടനെ ഞങ്ങൾക്ക് അറിയാവുന്നല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഡബിൾ ഓംലേറ്റും കൂടെ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുവാണ്. സേതു അതിങ്ങനെ പതുക്കിയിരുന്ന് കഴിക്കുക. ഈ സമയത്ത് ഇന്ദ്രന്റെ പിടിയിലായിരുന്നു അച്ചു. പിന്നീട് അവളെ അവിടെ കെട്ടിയിട്ടിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ സമയത്ത് പല്ലവി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. പല്ലവി ആ കാഴ്ച കണ്ട് ഞെട്ടിത്തെറിച്ചിരിക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി.